ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4 9-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ത്വൽസമാധി വിജയേ തുയ പുനർമക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാശനൈ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ജീവൻ മുക്തന്മാരായ ശുഗബ്രഹ്മർഷി, നാരദർ തുടങ്ങിയവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവർ യഥാർത്ഥത്തിൽ മോക്ഷം ലഭിച്ച അല്ലെങ്കിൽ മുക്തി ലഭിച്ച, എന്നാൽ ദേഹം വെടിയാതെ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ ശ്ലോകത്തിൽ അഷ്ടാംഗയോഗ മാർഗത്തിലൂടെ സമാധിയിലെത്തിയ ശേഷം ദേഹം വെടിഞ്ഞുകൊണ്ട് മോക്ഷം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന യോഗികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ അർത്ഥം നോക്കാം. ത്വൽ സമാധി വിജയേ തുയ പുനർ മക്ഷുമോക്ഷരസിക ക്രമേണ വാ. ത്വൽ ത്വത് അങ്ങയിലുള്ള, അങ്ങാകുന്ന പരബ്രഹ്മത്തിലുള്ള, ത്വത് സമാധി അങ്ങാകുന്ന പരബ്രഹ്മത്തിലുള്ള ആ നിർവികൽപ്പ സമാധി, ത്വത് സമാധി വിജയേ അങ്ങാകുന്ന പരബ്രഹ്മത്തിലുള്ള നിർവികൽപ്പ സമാധിയിൽ വിജയിച്ചവർ, ആ സമാധി അവസ്ഥയിൽ തടസ്സങ്ങളോ ഭ്രംശമോ ഒന്നും വരാതെ വിജയിച്ചു നിൽക്കുന്നവരായവർ, തു ആകട്ടെ, യാതൊരുവരാണോ, പുനഃ പിന്നീട്, മക്ഷുമോക്ഷരസിക ക്രമേണ വാ മോക്ഷരസിക മോക്ഷം ലഭിക്കുവാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നവർ, മക്ഷു വേഗത്തിലുള്ള മോക്ഷമായ സദ്യോന്മുക്തിയോ, ക്രമേണ വാ സാവധാനത്തിലുള്ള മുക്തിമാർഗമായ ക്രമമുക്തിയോ തിരഞ്ഞെടുത്തിട്ട്. അപ്പോൾ അങ്ങുതന്നെയാകുന്ന പരബ്രഹ്മത്തിലുള്ള നിർവികൽപ്പ സമാധിയിൽ വിജയിച്ചവർ മോക്ഷപ്രാപ്തിക്കായി ദേഹം വെടിഞ്ഞുകൊണ്ടുള്ള പെട്ടെന്നുള്ള മുക്തിമാർഗമായ സദ്യോന്മുക്തിയോ സാവധാനത്തിലുള്ള മുക്തിമാർഗമായ ക്രമമുക്തിയോ തിരഞ്ഞെടുത്തിട്ട്, ഇനി അടുത്ത 2 വരികൾ നോക്കാം. യോഗവശ്യമനിലം ഷഡാശ്രയൈഹി ഉന്നയത്യജ സുഷുമ്നയാ ശനൈഹി. യോഗവശ്യമനിലം, യോഗവശ്യം യോഗാസനങ്ങളിൽ കൂടി വശത്താക്കിയ, അഷ്ടാംഗയോഗ മാർഗങ്ങളിലെ യോഗാസനങ്ങളിൽ കൂടി വശത്താക്കിയ സിദ്ധിയായ അനിലം പ്രാണവായുവിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള സിദ്ധി യോഗാസനങ്ങളിൽ കൂടി വശത്താക്കിയ യോഗികളായിരിക്കും ഇവർ. അപ്പോൾ യോഗവശ്യമനിലം യോഗാസനത്തിലൂടെ വശത്താക്കിയ പ്രാണവായുവിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള സിദ്ധി കൊണ്ട് ഷഡാശ്രയൈഹി ഷഡാധാര ചക്രങ്ങളിൽ കൂടി ഉന്നയതി ഉയർത്തിക്കൊണ്ടുവരുന്നു, അജ ജനന മരണങ്ങളില്ലാത്ത ഭഗവാനെ, സുഷുമ്നയാ ശനൈഹി സുഷുമ്നയിൽ കൂടിയാണ് ഷഡാധാര ചക്രങ്ങളിലൂടെ പ്രാണവായുവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശനൈഹി സാവധാനത്തിൽ. അഷ്ടാംഗയോഗ മാർഗത്തിലൂടെ യോഗാഭ്യസനത്തിലൂടെ വശത്താക്കിയ പ്രാണവായുവിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള സിദ്ധി കൊണ്ട് ഷഡാധാര ചക്രങ്ങളെ ആശ്രയിച്ച് സുഷുമ്ന നാഡിയിലൂടെ പ്രാണവായുവിനെ സാവധാനത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് 6ാമത്തെ ഘട്ടമായ ആജ്ഞാചക്രത്തിൽ എത്തിക്കുന്നു. അതായത് ഷഡാധാര ചക്രങ്ങളിലൂടെ സുഷുമ്ന നാഡിയിൽ കൂടി പ്രാണവായുവിനെ ഉയർത്തുക എന്ന് വെച്ചാൽ 1ാമത്തെ ഘട്ടമായ നട്ടെല്ലിൻ്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം, അവിടെ നിന്നും അപാനവായുവിനെ സുഷുമ്ന നാഡിയിൽ കൂടി സാവധാനത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് 2ാമത്തെ സ്ഥാനമായ അടിവയറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്വാധിഷ്ഠാന ചക്രത്തിലെത്തിക്കുന്നു. പിന്നീട് 3ാമത്തെ ഷഡാധാര ചക്രസ്ഥാനമായ നാഭി, പൊക്കിളിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണിപൂരക ചക്രത്തിൽ എത്തിക്കുന്നു. അവിടെ നിന്നും സമാനവായുവിനെയും ചേർത്ത് വീണ്ടും സാവധാനത്തിൽ ഉയർത്തുന്നു. 4ാമത്തെ
ഷഡാധാരചക്രസ്ഥാനമായ ഹൃദയത്തോട് ചേർത്ത് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അനാഹത ചക്രത്തിലെത്തി അവിടെ വെച്ച് ഈ വായുക്കളെ പ്രാണവായുവിനോട് ചേർക്കുന്നു. പിന്നീട് പതുക്കെ പതുക്കെ അഞ്ചാമത്തെ സ്ഥാനമായ തൊണ്ടയിൽ കണ്ഠത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രത്തിൽ എത്തിച്ച് അവിടെ നിന്നും ഉദാനവായുവിനോട് കൂട്ടിച്ചേർത്ത് വീണ്ടും ഉയർത്തി ആറാമത്തെ ഷഡാധാരചക്രസ്ഥാനമായ പുരികങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ആജ്ഞാചക്രത്തിൽ എത്തിക്കുന്നു. അതുവരെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ഭഗവാനെ, അങ്ങു തന്നെയാകുന്ന പരബ്രഹ്മത്തിലുള്ള നിർവികൽപ്പ സമാധിയിൽ വിജയിച്ചവർ മോക്ഷപ്രാപ്തിക്കായി ദേഹം വെടിഞ്ഞുകൊണ്ടുള്ള പെട്ടെന്നുള്ള മുക്തിമാർഗമായ സദ്യോന്മുക്തിയോ സാവധാനത്തിലുള്ള മുക്തിമാർഗമായ ക്രമമുക്തിയോ തിരഞ്ഞെടുത്തിട്ട് അഷ്ടാംഗയോഗ മാർഗത്തിലൂടെ യോഗാഭ്യസനത്തിലൂടെ വശത്താക്കിയ പ്രാണവായുവിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള സിദ്ധി കൊണ്ട് ഷഡാധാര ചക്രങ്ങളെ ആശ്രയിച്ച് സുഷുമ്നാനാഡിയിലൂടെ പ്രാണവായുവിനെ സാവധാനത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ആജ്ഞാചക്രത്തിൽ എത്തിക്കുന്നു. ത്വൽസമാധി വിജയേതു യഃ പുനർമംക്ഷുമോക്ഷരസിക ക്രമേണ വഹ യോഗവശ്യമനിലം ഷഡാശ്രയേരുന്നയത്യജ സുഷുമ്നയാശനേ. ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം. ത്വൽസമാധി വിജയേതു യഃ പുനർമംക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാശനൈ. 10ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.